ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த புதிய ஆண்டிலே ஒவ்வொருவரையும் காட் கூசிஸ் மினிஸ்ட்ரி சார்பாக வாழ்த்துவதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் அவருடைய வார்த்தையின்படியே இதுவரைக்கும் நடத்தியிருக்கிறார். கடந்த ஆண்டிலே நாம் கடந்து வந்த எல்லாவித துக்கங்களிலிருந்தும், எல்லா விதமான சூழ்நிலைகளிலிருந்தும், நெருக்கங்களிலிருந்தும், பிரச்சனைகளிலிருந்தும் தேவனாகிய கர்த்தர் உங்களை இந்த வருடத்திலே விடுதலையாக்கி உங்களையும் உங்கள் குடும்பங்களையும் தப்புவிக்க போகிறார். விசுவாசிக்கிற தேவ பிள்ளைகள் நிச்சயமாக காணப்போகிறீர்கள். தேவனாகிய கர்த்தர் ஒருபோதும் மறக்கிறவர் அல்ல, கைவிடுகிறவரும் அல்ல. இதுவரைக்கும் நடத்தின தேவன் இனியும் உங்களையும் உங்கள் குடும்பங்களையும் நடத்துவார். கடந்த ஆண்டிலே நம்முடைய சூழ்நிலைகள் வித்தியாசமாக இருந்திருக்கலாம். அது நிமித்தம் மிகுந்த பாரத்தோடும் நெருக்கப்பட்டும் இருந்திருக்கலாம். இந்த ஆண்டிலே தேவனாகிய கர்த்தர் சகலவற்றையும் நன்மையாக மாற்றுவார். விசுவாசத்தோடு புதிய ஆண்டிலே பிரவேசிப்போம். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ഡോക്ടർ തോമസ് ചെലയൻ അവർക്കും യൂട്യൂബിലൂടെ ദൈവവചന പ്രഭാഷണം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗോഡ് ഹൂസിസ് മിനിസ്ട്രിയുടെ ടീമിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനം. കഴിഞ്ഞുപോയ ഓരോ ദിനരാത്രങ്ങളും ഓരോ മാസവും സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തി. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരുമായ അനേകർ ഈ ഭൂമിയിൽ നിന്ന് അവരുടെ ജീവിതം പൂർത്തിയാക്കി പ്രതിഫലം വാങ്ങുന്നതിന് വേണ്ടി കരേറിപ്പോയി. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ വീണ്ടും ആരോഗ്യത്തോടെ ആയുസ്സോടെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരു സന്ദേശം പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 84-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വേദഭാഗം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. 84-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഈ പ്രഭാതത്തിൽ ഭക്തൻ നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് പഴയ നിയമ ഭക്തന്മാരെല്ലാം തന്നെ അവർ ദൈവാലയവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ളവരായിരുന്നു. അവർ ദൈവിക ശുശ്രൂഷകൾക്ക് പ്രാധാന്യത നൽകിയിട്ടുള്ളവരായിരുന്നു. അവരുടെ ജീവിതയാത്രയിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യാൻ അവർ ദൈവിക കൽപ്പനകൾക്ക് പ്രാധാന്യത കൊടുത്തിരുന്നു. അവർ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്തു. എന്നാൽ ദൈവാലയത്തിന് അവർ പ്രാധാന്യത കൊടുക്കുന്നു. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. കാവൽക്കാരന്റെ പ്രത്യേകത തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുക എന്നതാണ്. ഉത്തരവാദിത്വത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. കാവൽക്കാരൻ എന്ന വാക്കിന് പ്രധാനമായി വളരെ അധികം അർത്ഥമുണ്ട്. ഒരു നിസ്സാര ഉത്തരവാദിത്വമല്ല, നിസ്സാര വിഷയമല്ല കാവൽക്കാരൻ ചെയ്യേണ്ടത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവത്തോട് ഒരിക്കൽ ഒരു മനുഷ്യൻ ഭൂമിയിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തോട് മറുപടി സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ കയീൻ തന്റെ അനുജനായ ഹാബേലിനെ കൊല്ലുന്നു. യഹോവയായ ദൈവം ആ മനുഷ്യനോട് സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വേദഭാഗത്തിൽ ദൈവം കയീനോട് സംസാരിക്കുമ്പോൾ നിന്റെ അനുജൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കയീൻ ദൈവത്തോട് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു: ഞാൻ അവന്റെ കാവൽക്കാരനോ? നോക്കൂ, ഓരോ മനുഷ്യരെയും ദൈവം ഈ ഭൂമിയിൽ
സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും ദൈവസഭയിലെ സഹവിശ്വാസികളുടെയും ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെയും കാവൽക്കാരായി ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു. ഈ രാവിലെ ദൈവവചനം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, രക്ഷിക്കപ്പെടാത്ത കോടാന കോടി ജനം ലോകത്തിലുണ്ട്. കോടിക്കണക്കിന് വരുന്ന നിരവധി ജനം രക്ഷിക്കപ്പെട്ടു, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഇനിയും കോടിക്കണക്കിന് ജനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാപത്തിന്റെ പിടിയിൽ അമർന്നു കഴിയുകയാണ്. അവരുടെ കാവൽക്കാരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ യെഹെസ്കേൽ പ്രവാചക പുസ്തകം 33-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെക്കുക, അവനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നത് പറയുന്നു. അങ്ങനെ ആ കാവൽക്കാരൻ കാവൽ കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ ദേശത്തു വരുവാൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് ആ കാവൽക്കാരനെ ദൈവം ഓർമ്മിപ്പിക്കും. ദൈവത്തിന്റെ വചനം ആ മനുഷ്യനെ ദൈവം ഏൽപ്പിക്കും. എന്നുവെച്ച് കാകളം പോലെ നീട്ടി ഊതി ജനത്തെ, അവരെ അനർത്ഥത്തിൽ നിന്ന് അവർ രക്ഷപ്പെടേണ്ടതിന്, അവരുടെ പാപ വഴികളെ അവർ ഉപേക്ഷിക്കേണ്ടതിന് ഈ കാവൽക്കാരൻ നന്നായി ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചന, താൻ കണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ അറിയിച്ച് ആ ജനം കേട്ട് അനുസരിച്ച് പാപ വഴി ഉപേക്ഷിച്ച് ദൈവത്തോടും ദൈവാലയത്തോടും ചേർന്ന് ആത്മീക അനുഭവങ്ങളിലേക്ക് അവർ മടങ്ങി വന്നാൽ ദൈവം അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആ ദേശത്തിനും വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വഴിമാറ്റും. കാവൽക്കാരന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ദേശത്ത് വരാൻ പോകുന്ന, കുടുംബങ്ങളിൽ വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് ജനത്തോട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചന അവരെ അറിയിക്കണം. എന്നാൽ അത് അറിയിച്ചിട്ടും ആ വ്യക്തികളോ ദേശമോ ദേശനിവാസികളോ ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്ന് പാപ വഴി ഉപേക്ഷിക്കാതിരുന്നാൽ, ആ വ്യക്തി പാപത്തിൽ മരിച്ചാൽ ദൈവം ആ മനുഷ്യനോട്, കാവൽക്കാരനോട് അവന്റെ രക്തം ചോദിക്കില്ല. ആരാണോ പാപത്തിൽ മരിച്ചുവോ അവന്റെ രക്തം അവന്റെ തലമേൽ ഇരിക്കും എന്നാണ് വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ കാവൽക്കാരന്റെ മറ്റൊരു ഉത്തരവാദിത്വം, ഒന്ന്, അവൻ തന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാവൽക്കാരനാണ്. പാപം ചെയ്യാതെ, പിശാചിന്റെ പിടിയിൽ അമർന്നു പോകാതെ, ദൈവം വിളിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ താൻ ബോധവാനായിരിക്കണം. താൻ ആരാണെന്നുള്ള ബോധ്യം എപ്പോഴും തന്നെ ഭരിക്കണം. അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജനിക്കുകയും ദൈവീക ദൗത്യത്തിനായി കാവൽക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് നാം നമ്മെ തന്നെ വ്യക്തിപരമായി പാപക്കറകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റാതെ നാം പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ടും ദൈവവചനം കൊണ്ടും പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം കൊണ്ടും പാപവഴികളെ അതിജീവിച്ച്, പാപപ്രവൃത്തികളോട് അതിജീവിച്ച് മുന്നേറണം. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നാം എതിർത്തു നിൽക്കേണ്ടതുണ്ട്. ഈ രാവിലെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പിശാചുരുക്കി വച്ചിരിക്കുന്ന സകല പാപ വഴികളെയും പഴുതടച്ച് അതിനെ ജയിക്കാൻ ഒരു കാവൽക്കാരൻ ഉത്തരവാദിത്വം ഉറപ്പായും വ്യക്തിപരമായി സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ട്, തന്റെ കുടുംബത്തിന്റെ കാവൽക്കാരനാണ്. തന്നെ ഏൽപ്പിച്ച ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, ആരാണോ, സ്ത്രീയാണോ പുരുഷനാണോ ആരാണെങ്കിലും അവർ സൂക്ഷിക്കേണ്ടവരാണ്. അവർ കാവൽ സംരക്ഷകരാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഉത്തരവാദിത്വം തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ ഉത്തരവാദിത്വം അവരുടെ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവരെ ഏൽപ്പിച്ച ദൈവസഭയിലെ അംഗങ്ങളെ, അത് പാസ്റ്ററാകാം, വിശ്വാസികളാകാം, കൂട്ടുവിശ്വാസികളാകാം, ആരുമായിക്കോട്ടെ, സ്ത്രീയാകാം, പുരുഷനാകാം, അവരോരോരുത്തരും പാപവഴിയിൽ പോകാതെ, പിശാചിന്റെ പിടിയിൽ അമർന്നു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക, പ്രബോധനങ്ങൾ
പകർന്നു കൊടുക്കുക. അവർക്ക് വേണ്ടി സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ച് മധ്യസ്ഥ അണയ്ക്കുക എന്നുള്ളത് ഒരു കാവൽക്കാരന്റെ ഏറ്റവും വിലപ്പെട്ട ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ച ദൈവസഭയിൽ, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രാദേശിക സഭയിൽ ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ്, കാവൽക്കാരനാണ്, കാവൽക്കാരിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഭൂമിയിൽ ദൈവമേൽപ്പിച്ച ആ ഉത്തരവാദിത്വം നാം ചെയ്യുമ്പോൾ, ദൈവസഭയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ പ്രാദേശിക ദേശത്ത് രക്ഷിക്കപ്പെടാത്ത ധാരാളം ജനങ്ങളുണ്ട്, നമ്മുടെ ബന്ധുജനങ്ങളുണ്ട്. അവരെ ന്യായവിധി, നിത്യ നരകമുണ്ടെന്നും നിത്യ സ്വർഗമുണ്ടെന്നും ആ നിത്യ നരകത്തിൽ പോകാതെ പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പോകാതെ നിത്യയുഗം ദൈവത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച് ആത്മരക്ഷ പ്രാപിച്ച് നരകശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ആ നിത്യമായ വാസസ്ഥലത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്താൻ അവരെ ഒരുക്കേണ്ട ദൂത്, സുവിശേഷം പങ്കുവെക്കേണ്ട കർത്തവ്യം കാവൽക്കാരായ ഓരോരുത്തർക്കുമുണ്ട്. അത് സഭ പാസ്റ്ററാകാം, സഭയിലെ വിശ്വാസികളാകാം, സഭയിലെ സാധാ ജീവിതം നയിക്കുന്നവരായി തീരാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ലോകത്തോടുള്ള ബന്ധത്തിൽ നാലാമത്തെ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അനന്തരം ദൈവത്തിന്റെ ആത്മാവ് അടുത്ത് കാവൽക്കാരനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ് തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്റെ പ്രാണനെ, തന്റെ ജീവനെ വിലയേറിയതായി എണ്ണിക്കൂടാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:28, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. അത് ശുശ്രൂഷാവൃന്ദത്തെ, കർത്താവ് ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നവരോടുള്ള ബന്ധത്തിൽ കാവൽക്കാരൻ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്നു. ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിക്കണം, ശരിക്ക് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു. മറുഭാഗത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ദൂത് കാവൽക്കാരന്റെ പ്രത്യേകതയാണ്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ ഒരു ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു എന്നെ കൊണ്ടുവന്നു എന്ന ഉറപ്പ് നമ്മെ ഭരിക്കണം. ആ വ്യക്തികൾ സ്തുതിയും സ്തോത്രവും ആരാധനയും ദൈവത്തിന് എല്ലാ സമയത്തും അർപ്പിച്ചിരിക്കണം. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷകൾക്കും അതീവ പ്രാധാന്യത കൊടുത്ത് ജീവിതം നയിക്കണം കാവൽക്കാർ. അങ്ങനെയെങ്കിൽ കാവൽക്കാരോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ധാരാളം ദൂതുകൾ കൈകാര്യം ചെയ്യുന്നു. ആട്ടിടയന്മാർ കാവൽക്കാരാണ്. അവരെ ഏൽപ്പിച്ച ആടുകളെ അവർ സംരക്ഷിക്കുന്നവരാണ്. നാം ശ്രദ്ധിക്കുന്നല്ലോ, 100 ആടുള്ള ഒരു മനുഷ്യൻ അതിൽ ഒന്ന് കാണാതെ പോയപ്പോൾ അതിനെ 99നെയും അവിടെ ഒരു സംരക്ഷണ പരിധിക്കുള്ളിൽ ആക്കിവെച്ച് ആ കാണാതെ പോയ ഒന്നിനു വേണ്ടി അവൻ കണ്ടു കിട്ടുന്നത് വരെ തിരയുന്ന അനുഭവം. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട ഓരോ മനുഷ്യനെയും ദൈവത്തിങ്കിലേക്ക് വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം, സുവിശേഷീകരണ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വമാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കാവൽക്കാരെ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ വാടാത്ത നീതിയുടെ കിരീടം ലഭിക്കേണ്ടതിന് നാം അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ അധികത്തിൽ വിചാരകരാക്കാൻ പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ രാവിലെ ഈ ദൈവിക ദൂതിലൂടെ നിത്യം ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുന്നുവെങ്കിൽ കാവൽക്കാരെ, നമുക്ക് വലിയ ദൗത്യം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ചെയ്തെടുത്ത് മുന്നോട്ട് പോകാനുണ്ട്. നിശ്ചയമായും പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും തന്നെ ചെയ്യും. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കാനും ആ ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് ചിന്തിക്കുവാനും പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ നമുക്ക് ഇടയശ്രേഷ്ഠനായ ആ ദൈവത്തിൽ നിന്ന്
അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതിന് നമുക്ക് നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഏത് സ്ഥലത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും സാമ്പത്തികമായ ഇല്ലായ്മകൾ ഉള്ള, പരിമിതികളുള്ള, കഷ്ടപ്പെടുന്ന ജീവിത പശ്ചാത്തലമാണെങ്കിലും കാവൽക്കാരന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം തുടങ്ങി നമ്മെ പുത്തൻ ദർശനം തന്ന് പുത്തൻ കാഴ്ചപ്പാടോടെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഈ വരും ദിവസങ്ങളും ഇനിയുള്ള ഈ വർഷത്തിന്റെ ഇനിയുള്ള ചില ദിവസങ്ങളും പുതിയ വർഷം കർത്താവ് നമുക്ക് നൽകുന്നെങ്കിൽ ആയുസ്സും ആരോഗ്യവും തന്ന് അവിടെ നിന്ന് വഴി നടത്തുമ്പോൾ ആ ദൈവത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി അധികം പ്രയോജനപ്പെടാൻ, നല്ല കാവൽക്കാരായി ദൈവത്തിനു വേണ്ടി നിലകൊള്ളാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ ദൈവവചന സന്ദേശം ഉൾക്കൊണ്ട സകലരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് ഹൂസിസ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കായി, ഡോക്ടർ തോമസ് ചെല്ലൻ അവർക്കായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അടിയൻ ഈ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും ഭൗതിക നന്മകളാലും അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ധന്യമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മ
സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവാകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ